എനിക്കൊരു ഫോട്ടോസിന് കിട്ടിയത് $6.70. അതായത് ഞാൻ പോകുന്ന വഴിയിൽ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തു. $6.70 എനിക്ക് ലഭിച്ചു. അതായത് മീൻസ് പോയിന്റ് ഏകദേശം ഒരു 550 രൂപയുടെ അടുത്തോളം ആയി, ഇന്ത്യൻ രൂപ. അതിന്റെ തൊട്ടിപ്പുറം തന്നെ $5.14. അത് ഏകദേശം ഒരു 500 രൂപന്റെ അടുത്തോളം അത് അയക്കണം. അപ്പൊ നമ്മൾക്കും ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ അത് ചുമ്മാ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. അതിന് ഉപയോഗിക്കേണ്ട രീതിയിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കണം. നമ്മൾ അതിന് നല്ലൊരു ടൈറ്റിൽ വെക്കണം, നല്ലൊരു ക്യാപ്ഷൻ വെക്കണം. ഫേസ്ബുക്ക് തന്നെ നിലവിൽ നമ്മൾക്ക് നല്ലൊരു ഫീച്ചേഴ്സ് ഒക്കെ അനുവദിച്ച് തരുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ നിലവിൽ ഫേസ്ബുക്കിലേക്ക് പോയി ഇവിടെയുള്ള ഈ പോസ്റ്റ് ഏരിയയിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്, അതായത് ഈ സുസുക്കി ആക്സസ് 125ൻ്റെ വണ്ടിയുടെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഒരു ടൈറ്റിൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോളോവേഴ്സിനോട് നമ്മളൊരു അഭിപ്രായം ചോദിക്കുന്ന രീതിയിലാണെന്നുള്ളത്. അപ്പം നമ്മൾക്ക് നമ്മൾ അറിയുന്ന ഫോളോവേഴ്സൊക്കെ പരമാവധി അതിന് അവരുടെ അഭിപ്രായം പറയാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ലൈക്ക് ഇടേണ്ടവർ ലൈക്ക് കൂടും. അപ്പൊ നമ്മൾക്ക് ഇത്രയും ടൈറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസ്ബുക്കിൽ ഇവിടെ തന്നെ ഫോട്ടോക്ക് തൊട്ട് മുകളിൽ തന്നെ ഫേസ്ബുക്കിന് തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ ടൈറ്റിലും അതുപോലെ തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇമോജിയും കാര്യങ്ങളും നല്ല രീതിയിൽ ഉഷാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അത് പല ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അതെന്താണ് നമ്മൾ ആദ്യം അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണുന്ന ക്രിയേറ്റ് AI ഇമേജ്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ വണ്ടിയെ കുറിച്ചിട്ട് ഒരു ഫേസ്ബുക്കിന്റെ AI തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് തരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ യമഹ സുസുക്കി റെസിറ്റാർ എന്ന് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഫോട്ടോസ് അല്ല കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ആ വണ്ടി മാറ്റിയിട്ട് ഈ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കിലേക്ക് അടിക്കാം. അതിനുശേഷം തൊട്ടിപ്പുറമുള്ളത് ഹെൽപ്പ് മീ റൈറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടൈപ്പ് ചെയ്ത ടൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അത് മാറ്റിയിട്ട് തരുന്നതായിരിക്കും. നിലവിൽ ഇത് വരുന്നില്ല, ചിലപ്പം അത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഇഷ്യൂ ആണ്. പിന്നെ ആഡ് ഇമോജി, തൊട്ടിപ്പുറം നല്ല ആഡ് ഇമോജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈറ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഇമോജി വെച്ചിരുന്നായിരിക്കും. കണ്ട, നിലവിലെ കാറിൻ്റെയും അതുപോലെ തന്നെ നല്ല തീൻ്റെ ഫയറിൻ്റെ ഒക്കെ ഇമോജി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം തന്നെ പ്രൊഫഷണൽ, നമുക്ക് ഇതിനെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആക്കി എടുക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈറ്റിലിനെ കുറച്ചും കൂടി പ്രൊഫഷണലിലേക്ക് ആക്കിയിട്ട് തരുന്നതായിരിക്കും. നിലവിൽ അത് തന്നെയാണെന്നുള്ളത്, മാറ്റമൊന്നും കാണുന്നില്ല. പിന്നെ ഫിക്സ് ഗ്രാമർ, ഇതിലെന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കി തരുന്നതായിരിക്കും. ഗ്രാമറിലും ഒന്നും മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല. പിന്നെ ഫണ്ണി, ഇവിടെ ഫണ്ണിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ണി ആയിട്ട് എന്തെങ്കിലും അത് മാറ്റങ്ങൾ വരുത്തി തരുന്നതായിരിക്കും. ഓക്കെ, ഫണ്ണിയിലും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇൻസ്പിറേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ചില സമയത്തൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മളെ ഇമേജ് എങ്ങനെയാണെന്ന് അതിൻ്റെതായ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അതാ ഇൻസ്പിറേഷനിൽ കൊടുക്കുമ്പോൾ ആ ടൈറ്റിൽ മാറി. കണ്ട, വണ്ടി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി, ഈ വണ്ടിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരുന്നു. ഓക്കെ, മനസ്സിലായല്ല? അപ്പോൾ ഇൻസ്പിറേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മെച്ചപ്പെടുന്ന രീതിയിൽ ആ ടൈറ്റിൽ മാറ്റിയിട്ട് തരും. പിന്നെ ഹാർട്ട് ഫെൽറ്റ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ AI റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹാർട്ട് ഫെൽറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലേക്കായിരിക്കും ടൈറ്റിൽ വരുന്നത്. പിന്നെ ഷോർട്ടർ, നമ്മൾ ഈ ടൈറ്റിലിനെ ഷോർട്ടർ ആക്കിയിട്ട് എടുക്കുക. ഷോർട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം വരുന്ന മാറ്റങ്ങൾ. കണ്ട, ആ ടൈറ്റിൽ പരമാവധി ഷോർട്ട് ആക്കിയിട്ട് തന്ന ഈ വണ്ടി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി. കണ്ട, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി ലാസ്റ്റുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഇവിടെ അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ AI ലേബൽ ഓഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഓൺ ആക്കിയിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഇതൊക്കെ AIൻ്റെ അണ്ടറിലുള്ള സെറ്റിങ്സ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും AI ലേബൽ ഓൺ ആക്കി വെക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടിച്ചെടുത്തതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.